ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ കളങ്കാവിലിറങ്ങാൻ ഇനിയും 3 ദിനങ്ങൾ ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിനത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ മികച്ച ഒരു തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയൂടെ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ആദ്യ ദിനം സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് 1 കോടിക്ക് മുകളിലുള്ള പ്രീ സെയിലാണ്. 1 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഈ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടി വന്നാൽ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം രൂപ വരെ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഒട്ടുമിക്ക ആളുകൾക്കുമെങ്കിൽ അത് മാറ്റിമറിച്ചുകൊണ്ട് ജനസമുദ്രം, ജനസാഗരമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മണിക്കൂറിൽ 1500-ഉം 2000 വരെയുള്ള ആ ഒരു കൗണ്ടിലേക്ക് എത്തുന്ന കാര്യവും കണ്ടു. ഇന്നലെ മാത്രം വിറ്റുപോയിരിക്കുന്നത് 24,000-ഓളം ടിക്കറ്റുകളാണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 60 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയെന്നുള്ള കണക്കുകളും പുറത്തു വരികയാണ്. എക്സാക്ട് ഫിഗേഴ്സ് നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട്. എന്തായാലും കളങ്കാവിലിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ സ്മാഷ് ചെയ്തിരിക്കുന്നത് 1 കോടിക്ക് അല്ലെങ്കിൽ 1 കോടി എന്നുള്ള ആ ഒരു മാർക്കിന് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. 10 മണിക്കൂർ കൊണ്ട് 60 ലക്ഷം രൂപയോളമായിരുന്നു കേരള പ്രീ സെയിൽ ആയിട്ട് വന്നത്. ഇന്ന് ഈ ഒരു സമയം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് 80-85 ലക്ഷം രൂപ കടന്നിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് മികച്ച റെസ്പോൺസ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ട്രെയിലർ കൂടി പുറത്ത് വന്നപ്പോൾ 54 സെക്കൻഡുള്ള ആ ട്രെയിലർ തന്നെ ആളുകളെ വലിയ രീതിയിലുള്ള പിടിച്ചിരുത്തലിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് വലിയ ഒരു പോസിറ്റീവായിരിക്കുന്നു എന്ന്. ആ ഒരു ടീസറിന് റിലീസിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞു മണിക്കൂറിൽ 1500-1800 ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് ബുക്ക് മൈ ഷോയിലൂടെ തന്നെ. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മമ്മൂട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, ഇത് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഇനിയും വരാനിരിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ കണ്ട ഗംഭീര പ്രകടനങ്ങൾ അല്ലെങ്കിൽ കരിയർ ബെസ്റ്റ് വീണ്ടും മാറുന്നു. ഈ വർഷവും മമ്മൂട്ടിയിൽ നിന്ന് പുതിയ കരിയർ ബെസ്റ്റ് വരുന്നു. അതെ, ഭ്രമയുഗം കഴിഞ്ഞാൽ വീണ്ടും മമ്മൂട്ടി തട്ടുപൊളിപ്പൻ പ്രകടനവുമായി ബോക്സ് ഓഫീസിനെ പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ഒരു നടനെ നമുക്ക് കാണാനില്ല. ലോകമെമ്പാടും തിരഞ്ഞു കഴിഞ്ഞാലും ഇത്ര കൺസിസ്റ്റൻ്റായിട്ട് മികച്ച വേഷങ്ങൾ ചെയ്യുന്ന, മികച്ച രീതിയിൽ ഓരോ കഥാപാത്രങ്ങളിലേക്കും കടന്നു കയറ്റി നടത്തി അല്ലെങ്കിൽ ഒരു പരകായ പ്രവേശം നടത്തുന്ന വേറെ ഒരു നടനുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കുമായി. ഓരോ ദിവസവും പുതിയ പോസ്റ്ററുകളും മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് തന്നെയാണ് ഈ ഒരു ടീം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്നു സിനിമയുടെ ആദ്യ ദിനത്തെ ഷോയും. ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. ടിക്കറ്റ് എടുക്കാത്തവരാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.